ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലും ബോയിലേഴ്സ് ബില്ലും പാർലമെന്റ് പാസാക്കി. ധനകാര്യ ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറും. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള WMCC യോഗം ബീജിംഗിൽ ചേർന്നു. രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിലേറെയും 18നും 45നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗേറിയോസ് മെത്രാപ്പൊലീത്ത അഭിഷിക്തനായി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ 2024 പാർലമെന്റ് പാസാക്കി. ലോക്സഭ മുൻപ് പാസാക്കിയ ബിൽ ഇന്നലെ രാജ്യസഭയും അംഗീകരിച്ചു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് രാജ്യസഭയിൽ ഇതു സംബന്ധിച്ച ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. आपदा के सामने की लड़ाई जब तक संस्थाओं को एम्पावर न करे नहीं लड़ी जा सकती है और जब तक संस्थाओं को रिस्पॉन्सिबल न करे तब भी नहीं लड़ी जा सकती. और ये विधेयक को कोई ध्यान से देखेगा जो दोनों करने का काम हमने इस विधेयक के अंदर किया है. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ നിരീക്ഷണ സംവിധാനം, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2025-2026 സാമ്പത്തിക വർഷത്തെ ധനകാര്യ ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കി. പാർലമെന്റ് ഇന്നും ചേരും. മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കാനും വ്യാവസായിക മേഖല ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ബോയിലേഴ്സ് ബിൽ 2024 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ മുൻപ് പാസാക്കിയ ബില്ലിന് ഇന്നലെ ലോക്സഭ അംഗീകാരം നൽകി. MSME മേഖലയിൽ ബോയിലർ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പറഞ്ഞു. हमने कोई बदलाव इसमें नहीं किया है. राज्यों के पावर्स में सिर्फ और सिर्फ वेल नोन मैन्युफैक्चरर जो प्रावधान पहले से केंद्र सरकार के पास था, सिर्फ और सिर्फ वो केंद्र सरकार के पास है. बाकी इसके सभी प्रावधान राज्य सरकार ही लागू करती है. प्रधानमंत्री नरेंद्र मोदी कोऑपरेटिव फेडरलिज्म में विश्वास करते हैं और सभी इसके प्रावधान राज्यों के हाथों में दिए गए. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറും. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്നതിനും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ചുവടുവയ്പായി സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഗുജറാത്ത് നിയമമന്ത്രി ഋഷികേശ് പട്ടേൽ നിയമസഭയെ അറിയിച്ചു. ഉത്തരാഖണ്ഡാണ് രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കിയത്. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങളുടെ ചർച്ചയ്ക്കും ഏകോപനത്തിനുമുള്ള സംവിധാനമായ WMCCയുടെ 33ാമത് യോഗം ഇന്നലെ ചൈനയിലെ ബീജിംഗിൽ ചേർന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സ്ഥിതിഗതികൾ യോഗം സമഗ്രമായി അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തിയിലെ നദികളുടെ പരിപാലനം, കൈലാസ് മാനസരോവർ യാത്ര തുടങ്ങിയവയും ചർച്ചയായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ MRI മെഷീൻ ഒക്ടോബറോടെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ സ്ഥാപിക്കും. ചികിത്സാ ചെലവ് കുറയ്ക്കാനും മെഡിക്കൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ കൂടുതൽ സ്വാശ്രയമാക്കാനും ഇത് സഹായിക്കും. നിലവിൽ 80 മുതൽ 85% മെഡിക്കൽ ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യുന്നതാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂലമായ മാറ്റം വരുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. വോട്ടർ രജിസ്ട്രേഷന് പൌരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് നൽകണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗേറിയോസ് മെത്രാപ്പൊലീത്ത അഭിഷിക്തനായി. ലബനനിലെ അച്ചാനയിലുള്ള സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ ഇന്നലെയായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ. മുൻ കേന്ദ്രമന്ത്രിമാരായ V മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, മന്ത്രി P രാജീവ്, ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു.
രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിലേറെയും 18നും 45നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയിൽ ഇന്ത്യ അമേരിക്ക സഹകരണം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. റോഡ് അപകടങ്ങൾ മൂലം രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% നഷ്ടമാകുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. In the Indian scenario, our most important problem is road accidents. Every year we have 4,80,000 accidents, and out of which 1,88,000 deaths. The deaths belongs to age group of 18 to 45. We are losing 3% of GDP because of road accident. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ സഹായിക്കുന്നവർക്ക് 25,000 രൂപ സർക്കാർ പാരിതോഷികം നൽകുന്നതായി പറഞ്ഞ ശ്രീ ഗഡ്കരി സ്കൂളുകളിൽ റോഡ് സുരക്ഷാ അവബോധം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി കേരള നിയമസഭ ഇന്നലെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 22 ദിവസമാണ് സഭ ചേർന്നത്. വയോജന കമ്മീഷൻ ബിൽ, സ്വകാര്യ സർവകലാശാല ബിൽ തുടങ്ങി 9 ബില്ലുകൾ ബജറ്റ് സമ്മേളനത്തിൽ സഭ പാസാക്കി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ ഒറ്റ നിലയായാണ് വീടുകൾ നിർമ്മിക്കുക. ഗുണഭോക്തൃ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള അപ്പീൽ അപേക്ഷ ഈ മാസം 30 വരെ സ്വീകരിക്കും. SSLC +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. +1ന് നാളെയും 29നും കൂടി പരീക്ഷയുണ്ട്. 9 വരെ ക്ലാസുകളിലെ പരീക്ഷയും നാളെ അവസാനിക്കും. SSLC ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം അടുത്ത മാസം 3ന് ആരംഭിക്കും. സപ്ലൈകോയുടെ റംസാൻ ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഈ മാസം 31 വരെ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കി റംസാൻ ഫെയറുകൾ പ്രവർത്തിക്കും. വിഷു, ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ 10 മുതൽ 19 വരെ സപ്ലൈകോയുടെ ജില്ലാ, താലൂക്ക് ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കും. ഡോക്ടർ ഡി സെൽവരാജൻ നെയ്യാറ്റിൻകര ലത്തീൻ കത്തോലിക്ക രൂപതയുടെ സഹമെത്രാനായി അഭിഷിക്തനായി. ചടങ്ങിൽ നെയ്യാറ്റിൻകര രൂപത മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ മുഖ്യ കാർമ്മികനായി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്നലെ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം സമനിലയിൽ. ഹോങ്കോങ്ങുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നാളെ സമാപിക്കും. മെഡൽ പട്ടികയിൽ ഹരിയാനയാണ് മുന്നിൽ. തമിഴ്നാട് 2ഉം ഉത്തർപ്രദേശ് 3ഉം സ്ഥാനത്തുണ്ട്. കേരളം 11ാം സ്ഥാനത്താണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 11 റൺസിന് പരാജയപ്പെടുത്തി. പഞ്ചാബ് ഉയർത്തിയ 244 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസ് എടുത്തു. ജോർദാനിൽ നടക്കുന്ന ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 87 കിലോഗ്രാം ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ സുനിൽ കുമാറിന് വെങ്കലം. ചൈനീസ് താരത്തെയാണ് സുനിൽ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ കവിതകൾ വീണ്ടെടുക്കുക ലക്ഷ്യമിട്ട് കൊച്ചുകുട്ടികൾക്കായി കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ 3നും 8നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലുമുള്ള എൻട്രികൾ ഏപ്രിൽ 22 വരെ MyGov വെബ്സൈറ്റിലൂടെ അയക്കാവുന്നതാണ്. നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി മുൻ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയെ തെരഞ്ഞെടുത്തു. 1982 ബാച്ച് ഝാർഖണ്ഡ് കേഡർ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെത്തി. ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം 2ആയി. കഴിഞ്ഞ മാസം 22-നാണ് 8 പേർ തുരങ്കത്തിൽ കുടുങ്ങിയത്. ഇവർക്കായുള്ള തിരച്ചിൽ 1 മാസത്തിലേറെയായി തുടരുകയാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ മിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യതയ്ക്കൊപ്പം കേരളത്തിൽ ഉയർന്ന താപനിലയും തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം എന്റെ കേരളം എന്ന പേരിൽ ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ സംഘടിപ്പിക്കും. ഏപ്രിൽ 21-ന് കാസർകോടാണ് സംസ്ഥാനതല ഉദ്ഘാടനം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങൾ ചേരും. ലഹരിക്കടത്തും ഉപയോഗവും തടയുന്നതിനുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് പരിശോധനയിൽ 167 പേർ അറസ്റ്റിൽ. 162 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2597 പേരെയാണ് പരിശോധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലും ബോയിലേഴ്സ് ബില്ലും പാർലമെന്റ് പാസാക്കി. ധനകാര്യ ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ 2ാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത് മാറും. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള WMCC യോഗം ബീജിംഗിൽ ചേർന്നു. രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിലേറെയും 18നും 45നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അഭിഷിക്തനായി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം സമനിലയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.